എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളിന്ന് നേരെ ഈറ്റിങ്ങിലോട്ട് കിടക്കാമെന്ന് കരുതി. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു തീറ്റ കഴിഞ്ഞിട്ട് മതി ഇനി എന്തും. അപ്പം നമ്മൾ എന്താ വെച്ചാൽ വൈകിട്ട് തിന്നു കഴിഞ്ഞാൽ ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഈയിടെ എന്നല്ല, കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ്. നമ്മൾ രാവിലെ ഒരു 8 മണി 8:30 ഉള്ളിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കും കേട്ടോ. അത് കുളിച്ചില്ലേലും ജപിച്ചില്ലേലും വേണ്ടൂല, ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഞാൻ മുടക്കില്ലാന്ന്. അപ്പോൾ നമ്മളിന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കലത്തേക്കുള്ള കറിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് എന്താണ് നമ്മൾ വെക്കണത്? ഉച്ചയ്ക്ക് വെക്കണത് എന്ന് പറഞ്ഞാൽ കൂർക്കയും പിന്നെ അച്ചിങ്ങയും കൂടി മെഴുക്കുവരട്ടിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി, പകല് കറണ്ട് പോയിട്ടാ. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടെങ്കിലും അങ്ങനെയാണ്, എപ്പോഴും കറണ്ട് പോകും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വലിയ വെട്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മുതിർന്നില്ല. അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കലത്തേക്ക് കിട്ടിയേക്കണം മീൻ. ഉച്ചയ്ക്കാണ് കേട്ടോ ഇന്ന് മീൻ മേടിച്ചത്. അപ്പോൾ അത് കുളിക്കണതിന് മുമ്പൊക്കെ അങ്ങോട്ട് വെട്ടിത്തേച്ച് കഴുകണം എല്ലാം എന്നൊക്കെ കരുതി നമ്മൾ ആദ്യം കുളിക്കണതിന് മുമ്പ് വെട്ടിയ വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇട്ടത് മാറിപ്പോയി, ഇങ്ങോട്ടൊക്കെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇടക്കൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് പറ്റുമല്ലോ, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പറ്റിപ്പോയതുണ്ട്. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടും മാറിപ്പോയെന്നുള്ളൂ. ഒക്കെ നമ്മൾ മീനെപ്പോഴേ അത് കുളിച്ച് കഴിഞ്ഞ് കിട്ടുമ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ വിരകിപ്പാച്ചുവാണ്. അതായത് നമ്മൾ ഈ ഇടക്കായിരിക്കും നമ്മൾ ഇതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വല്ല കൊതുകൊക്കെ നമ്മുടെ മുഖത്തൊക്കെ വന്നിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിരുന്ന് കടിക്കുമ്പോൾ പിന്നെ നമ്മൾ അയ്യോ എന്ത് ചെയ്യും. അപ്പം നമ്മൾ ആ കൈ ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് ഇങ്ങനെ നഖം വെച്ചൊന്ന് മാന്തൂല. അപ്പം ഈ മീനിൻ്റെ മണമൊക്കെ നമ്മുടെ മേത്താവൂല. അപ്പം അതുകൊണ്ട് ഞാൻ കുളിക്കണേന് മുമ്പ് ഇതാണ് ചെയ്ത് വെക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സാധാരണ, അതായത് വേറെ വേറെ പണികളൊക്കെ അടുക്കളയിൽ ചെയ്യണത് കുളിച്ച് കഴിഞ്ഞിട്ടായാലും ചെയ്യാം. ഈ ഒരു കാര്യം മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ടിട്ട് നമ്മൾ അതിന് മുമ്പൊക്കെ വെട്ടിത്തേച്ചൊക്കെ കഴുകി വെച്ച് അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ കറി വെച്ചത് കേട്ടോ. അപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ ആയിട്ട് കറി വെക്കാൻ തുടങ്ങിയപ്പം. പിന്നെ പ്രത്യേകിച്ച് നമ്മളിത് കറി വെക്കണ കാര്യം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മുളക് ചാറാണ് എന്നും വെച്ചത്. അതായത് ഈ മീനൊക്കെ മുളക് ചാറ് വെക്കണമായിരിക്കും ടേസ്റ്റ് കേട്ടോ. കാരണം തേങ്ങ അരച്ച് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റിലോട്ട് പോകും. ഇങ്ങനെയുള്ള മീനുകളൊക്കെ അയിലക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് ഈ വറ്റയാണല്ലോ, കുഞ്ഞി വറ്റയാണ്. അപ്പോൾ ഇതിന്മേൽ ചിലപ്പോൾ ഇങ്ങനെ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നാറുണ്ട് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോൾ. അതിനൊക്കെ നല്ലത് അയില അല്ലെങ്കിൽ പിന്നെ എന്താണ് ചൂര, ഇതൊക്കെയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളത് വെട്ടിത്തേച്ച് കഴിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ പിന്നെ വെക്കുള്ളൂ. ഇത് വെക്കണ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഒന്നിനും നേരം കിട്ടിയില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ. നമ്മൾക്ക് പെട്ടെന്ന് പണികൾ കഴിക്കണമായിരുന്നു. അതുകൊണ്ടിട്ട് നമ്മൾ കറി വെക്കണ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. നേരെ പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞല്ല, മീൻ ഞാൻ 1 മണിയൊക്കെ ആയപ്പോഴാണ് വെച്ചത്. അതിന് മുമ്പ് നമ്മുടെ തലേ ദിവസത്തെ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. അതായത് ചൂര മേടിച്ച മീനിൻ്റെ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ അവർക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് അവർക്ക് കൊടുക്കണത്. ഇത് പിന്നെ വൈകിയാണെങ്കിലും വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇത്തിരി കഞ്ഞിയായിട്ട് നമ്മൾ മാറ്റി വെക്കണേ കേട്ടോ. നമ്മുടെ വോയിസ് ചിലപ്പോൾ ക്ലിയർ ആവണ്ടാവില്ലല്ലോ. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വോയിസ് കൊടുക്കുന്ന ടൈമിലൊക്കെ നല്ല മഴയായതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഞ്ഞി എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഊറ്റി വെക്കണം. ഊറ്റി വെച്ചതിന് ശേഷം വേണം ഈ ചോറാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പാത്രം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന്, അതായത് കഞ്ഞി ഊറ്റി വെക്കണ ആ പാത്രം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കഴുകുള്ളൂ. അപ്പോൾ അതിൽ കഞ്ഞിയുടെ വെള്ളം
കുടിക്കാനായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അതിന് മുമ്പ് ഇത്തിരി മാറ്റി വെക്കും കേട്ടോ. നമ്മ സാധാരണ നമ്മ ഉപയോഗിക്കണ ബേസിനുകളൊക്കെ ആണെങ്കിൽ സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകും. അല്ല, ഇത് കഴിഞ്ഞിട്ട് സോപ്പിട്ട് തേച്ച് കഴുകും. ഇനിയിപ്പോൾ എടുത്തപ്പം അങ്ങനെ വലിയ സോപ്പൊന്നും ഇട്ട് തേച്ച് കഴിയില്ല. അപ്പം എനിക്കതിൽ നിന്ന് നമുക്ക് കഞ്ഞിവെള്ളമായിട്ട് എടുക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം അതുകൊണ്ടിട്ട് നേരെ ജസ്റ്റ് നമ്മൾ ചെറിയൊരു പാത്രത്തിലോട്ട് എടുത്ത് പകർത്തി വെച്ചിട്ട് ബാക്കിയുള്ള കഞ്ഞിയൊക്കെ നമ്മൾ ഊറ്റി വെക്കുകയാണ് ചെയ്യണത്. അപ്പം ഇനിയിപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കറികളൊക്കെ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇന്നലത്തെ ചൂര വറുത്തത്, പിന്നെ ചൂര കറി. ഇന്നത്തെ കറിക്ക് നല്ല തിളക്കമുണ്ടല്ലേ. തിളക്കം എന്ന് പറഞ്ഞാൽ മുളക് പൊടി എന്തോ നല്ല മുളക് പൊടിയായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. അല്ലെങ്കിൽ ഇത്രയും കളർ കിട്ടാറില്ല. അപ്പോൾ അതേ അച്ചിങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണുക.